ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ലോഗ് ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഷാർജയിൽ നിന്ന് ദുബായിക്ക് പോകണം ഗായ്സ്. ഇന്ന് നമ്മുടെ കമ്പനിയുടെ ചെറിയൊരു പ്രോഗ്രാമാണ്, ചെറിയൊരു ഫംഗ്ഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോകണം. ആ ഗായ്സ് നോക്കി, കിടിലമായിട്ട് പൂക്കളൊക്കെ പൂത്ത് സെറ്റായി നിൽക്കുന്നുണ്ടോ, അടിപൊളിയാണ് ഗായ്സ്. അപ്പോൾ നേരെ നമ്മൾ ഷാർജയിൽ നിന്ന് ദുബായിലേക്ക് പോകണം. ഞാനിപ്പോൾ നേരെ നമ്മുടെ ബസ് സ്റ്റാൻഡിലോട്ട് പോവാണ്. ഇതാണ് റോള പാർക്ക്. റോള പാർക്കിൻ്റെ ഫ്രണ്ടിലെത്തി നമ്മൾ റോഡ് ക്രോസ് ചെയ്യാണ്. ബസ് സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട്. നമുക്ക് പോകാൻ വേണ്ടി തയ്യാറായി കിടക്കുന്ന 10-12ഓളം ടൂറിസ്റ്റ് ബസ്സുകളാണ് ഈ കാണുന്നത്. ഈ കാണുന്നതൊക്കെ ഷാർജയുടെ എന്താ പറയുക ബസ് സർവീസാണ്. ശരിക്കും ഇന്ന് സൺഡേ ആണ്, വലിയ തിരക്കൊന്നുമില്ലെന്ന് തോന്നുന്നു. അല്ലാത്ത സമയത്തൊക്കെ ഭയങ്കര തിരക്കാണ്. അവിടെ ബസ് ഓപ്പൺ ആയിട്ടുണ്ട്, ആൾക്കാരൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ബസ്സിലാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത്, ഷാർജ ടു ദുബായ്. അപ്പോൾ ഈ ബസ് അൽനാദ വരെ ഉള്ളൂ. അൽനാദ ചെന്നിട്ട് നമ്മൾ നമ്മുടെ കമ്പനി ബസ്സിൽ കയറും. അപ്പോൾ നേരെ നമുക്ക് ബസ്സിലോട്ട് കയറാം. അപ്പോൾ നമ്മൾ ബസ് ഇറങ്ങിയിരിക്കുകയാണ്. നമുക്ക് നിൽക്കേണ്ട സ്ഥലം അവിടെയാണ് നമ്മുടെ കമ്പനി വണ്ടി വരുന്നത്. അപ്പോൾ അവിടെ പോയി നമുക്ക് കുറച്ച് നേരം നിൽക്കാം. ഇത് ലുലു ഹൈപ്പർ മാർക്കറ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ ബസ്സൊക്കെ ഇറങ്ങി ഷാർജയുടെയും ദുബായിയുടെയും ബോർഡർ സൈഡായിട്ട് നിൽക്കുകയാണ്. ഇവിടുന്ന് നേരെ നമുക്ക് ഇനിയും നേരെ നമുക്ക് വണ്ടി വരും. വണ്ടി വരുന്നിടത്ത് പോയി നിൽക്കണം. വണ്ടി വരുമ്പോൾ നമുക്ക് കയറി പോകാം ഗൈസ്. ഗൈസ്, നമ്മളിപ്പം നമ്മുടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി നേരെ നമുക്ക് അകത്തോട്ട് പോകണം ഗൈസ്. നമുക്കുള്ള ബാൻഡ് താണ്ട് ഇവിടെ കിട്ടും കേട്ടോ. നമ്മുടെ ബാൻഡ് ഫ്ലവർ വേസ്. താങ്ക് യു ഗൈസ്. നമുക്ക് താണ്ട് ബാൻഡ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ബാൻഡാണിത്. നേരെ നമുക്ക് അകത്തോട്ട് പോയി ഇത് കയ്യിലിടാൻ കേട്ടോ. ഇതാണ് നമ്മുടെ ബാൻഡ്. എന്താ സെലിബ്രേഷൻ ഓഫ് 50 years ജംബോ ജംബോ ഗ്രൂപ്പ്. അപ്പോൾ നമുക്ക് ഈ നൈസായിട്ട് ഈ സാധനം ഒന്ന് കയ്യിലോട്ടിടാൻ ഗൈസ്. ജംബോളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുഴപ്പ സംഭവം അവിടെ അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറേ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്താണ് സെൽഫി സ്റ്റിക്ക് കേട്ടോ ഗൈസ്. ഇത് മറ്റേ അല്ല, റൗണ്ട് ലൈറ്റടാ. കൊള്ളാം, സാധനം അടിപൊളി കേട്ടോ. മറ്റേ നമ്മൾ ഇതേ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ കറങ്ങി ലൈറ്റ് അടിക്കും ഗൈസ്. കറങ്ങി നിന്ന് ഷൂട്ട് ചെയ്യുന്ന സംഭവമാണ് കേട്ടോ. കൊള്ളാം സാധനം. ഒരു വീഡിയോ നമുക്ക് എടുത്താലോ, നമുക്കൊരു പ്ലാനിങ് ഉണ്ട്. ഓ വേണ്ട അല്ലേ, നമുക്കല്ലാതെ തന്നെ ഒന്ന് കറങ്ങിയേക്കാം. ഓക്കെ പോരെ ഗൈസ്, ഇത്രയും മതി നമുക്ക്. സെറ്റ്. അതെ ഗൈസ്, നമ്മുടെ കമ്പനിയുടെ 15th ഇനാഗുറേഷൻ. ഗൈസ് 15th ആനിവേഴ്സറി ഇൻ ജംബോ ഗൈസ്. പൊളി. മെഴുകുകയാണ് ഗൈസ്. ഞാനിവിടെ ഒറ്റയ്ക്കാണെന്ന് മെഴുകുകയാണ് ഗൈസ്. സെറ്റ്. ഹേ ഗൈസ്, നമ്മൾ നൈസായിട്ട് പോയി ഒരു കോഫി കുടിക്കാനുള്ള സെറ്റപ്പ് നോക്കട്ടെ ഗൈസ്. അതിൻ്റെ സെറ്റാണ് ഗൈസ്. സെറ്റപ്പാണ്, അടിപൊളിയാണ് സംഭവം. നമുക്കാണെങ്കിൽ സെറ്റായിരുന്നു. കാപ്പിച്ചിനോ
നമുക്കുള്ള ക്യാപിച്ചിനോ ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. Cold milk. This one sure? White sugar. Yeah. Okay. This one? Brown sugar. Brown sugar. Brown sugar വേണം എനിക്ക്. This is brown sugar. Yeah. Yeah. Yes. Yeah. Okay. വടിയ കൊള്ളാലോ സംഭവം. ഇതെന്താണ് ഗൈസ് വടി? നമ്മളതാണ് നാക്കുവടിയുടെ കൂട്ടൊക്കെ ഉണ്ട് പക്ഷേ. താങ്ക് യു. ഹേ ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മൾ ക്യാപിച്ചിനോ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സാധനം ഒന്ന് കലക്കണം. ഈ പഞ്ചസാരയൊക്കെ ആഡ് ചെയ്ത് അടിപൊളി ഒരു ക്യാപിച്ചിനോ ആ ചേച്ചി തന്നിട്ടുണ്ട് കേട്ടോ. നൈസ്. ഒരു ടൈംസ് ഒക്കെ പറയായിരുന്നു. ഓ അല്ല വേണ്ട, നന്ദിയൊക്കെ എന്തിനാ. കളയുന്നത് എൻ്റെ മോനെ. അപ്പോൾ നമ്മളിതാ ഒരു കോഫിയൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മളൊരു അടിപൊളി ഒരു സ്പോട്ട് നോക്കി പോവുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ അടിപൊളി ഒരു പ്ലേസാണ് ഇത്. ഈ ഗ്ലാസ്സിൽ കൂടെ അങ്ങോട്ട് നോക്കിയോ നല്ല സെറ്റപ്പ് കുഴപ്പം സീനറികളൊക്കെ കാണാൻ കേട്ടോ ഗൈസ്. അടിപൊളി രസമുണ്ട് കേട്ടോ കാണാൻ. മറ്റന്മാരെ ഈ ഇരിക്കുന്ന സാധനം കണ്ടോ, ഇത് കൊള്ളാം കേട്ടോ. സംഭവം അടിപൊളി, നമ്മുടെ വീട്ടിലൊക്കെ വെക്കാൻ പറ്റിയൊരു സംഭവമാണ്. നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. ഞാനിത് വന്ന് നോക്കി ഞാൻ വിചാരിച്ച പ്ലാസ്റ്റിക് ആണെന്നാണ്. ഈ സംഭവം ഒറിജിനൽ സാധനമാണ് കേട്ടോ. ഇത് വളമാണ് കേട്ടോ ഗൈസ്. അതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഒറിജിനൽ സംഭവമായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു ഡ്യൂപ്ലിക്കേറ്റ് കാണാൻ പറ്റിയിരുന്നതെന്ന്. നമുക്ക് നൈസായിട്ട് നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന ഹോളിലോട്ടൊന്ന് കയറാം. നമുക്ക് നൈസായിട്ടൊന്ന് ഷൂട്ട് ചെയ്യാം. എൻ്റെ മോനെ എന്നായി കാണുന്ന പൊള്ളി അടിപൊളിയാട്ടോ ആ ഐറ്റം. യാ മോനെ അടിപൊളി രസമുണ്ട് കഴിച്ചാൽ കൊള്ളാം. നമുക്ക് നൈസായിട്ടുള്ള നൈസൊരു ഫീലുണ്ട്. സോ സെറ്റ് ഞാൻ അകത്തുനിന്ന് കയറി നോക്കിയായിരുന്നു. ഒരു രക്ഷയില്ലാത്ത സെറ്റപ്പ് കേട്ടോ ഗൈസ്. ഇവിടെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് പരിപാടി കഴിഞ്ഞിട്ട് എനിക്ക് ആ സ്റ്റേജിൽ കയറി ഒന്ന് വരവണം ഗൈസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് ഗൈസ് കാണാൻ വേണ്ടിയിട്ട്. സ്റ്റേജിൽ കയറി എനിക്കതൊരു വരവണം. ചുമ്മാ നമുക്ക് ഈ പറപ്പേട് കാണിക്കുന്നതാണല്ലോ നമ്മുടെ കൂടെ പറപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. താങ്ക് യു ബ്രോ. ഗൈസ് ഇത് വേറെ സാധനമൊന്നുമല്ല കേട്ടോ. ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അവിടെ ഒരു സെറ്റപ്പ് സംഭവം കണ്ടു കേട്ടോ ഗൈസ്. ഹേ ബ്രോ ജസ്റ്റ് സാധനം കണ്ടോ ഗൈസ്, അടിപൊളി. യാ ബ്രോ, നൈസ് വൺ ഗൈസ്. ഇനി നമുക്ക് അകത്തോട്ട് പോകാം. ഇനി നമുക്ക് നൈസായിട്ട് അകത്തോട്ട് പോയിട്ട് അകത്തെ സംഭവങ്ങളൊക്കെ കാണാം. ഗൈസ് ഇതാണ് നമ്മുടെ പാർട്ടി വൈബ് ഗൈസ്. നേരെ നമുക്ക് അകത്തോട്ട് പോവാം. ഹായ് ബ്രോ, ഹൗ ആർ യു? ഹൗ ഇസ് ഗോയിങ്? ഗുഡ്. യാ നൈസ്. നമുക്ക് പൊളപ്പൻ ഷോട്ടുകളൊക്കെ എടുത്തങ്ങോട്ട് പോവാം. എൻ്റെ മോനെ കിട്ടുന്ന സുന്ദരിമാരായിട്ടുള്ള പെമ്പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ. പൊളി സംഭവം. ഗൈസ് എൻ്റെ മോനെ ഇതാര് നമ്മുടെ സാബുണ്ണല്ലേ? സാബുണ്ണ Excellent morning. We actually have a power-packed event planned, and this year's Manusmriti event is going to be extremely special for us. The Founders Day marks a significant moment in Jumbo's journey as we all come together to honor. But I have heard so much about him, met so many people in the social circles who talk about him, and there are many things that have come that have resulted.
be shy. Don't be shy. Please come. मेरा पठान भाई भी इधर खड़ा हुआ है, आपको भी आने की आज मुश्किल नहीं है। पठान वाले को भी आने के। Gotta say that for sure. And Malayalis are everywhere, guys. Malayalis are everywhere. And wherever they go, they rule. Oh yeah. Sir, let's play the song. ഹേ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയാണ്. ഇനി നേരെ തിരിച്ച് ഷാർജയ്ക്ക് പോകണം. ഞാനപ്പോൾ വണ്ടി കാത്ത് നിൽക്കുകയാണ്. നമ്മുടെ കമ്പനിയുടെ വണ്ടി ഇപ്പോൾ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പം സ്റ്റേ ട്യൂൺ.